ലോക്സഭാ MP സുരേഷ് ഗോപി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ടില്ല. പകരം ഇത്തവണ വോട്ട് ഗുരുവായൂരിലാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കേന്ദ്രമന്ത്രിയുടെ വോട്ട്. 697 നമ്പർ വോട്ടറായാണ് പേര് ചേർത്തിരിക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് അച്യുതം ഫ്ളാറ്റിലാണ് വോട്ട് ചേർത്തത്. ഗുരുവായൂരിലെ ആദ്യത്തെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ഒന്നാണ് അച്യുതം. സുരേഷ് ഗോപിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഫ്ളാറ്റ്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി രണ്ടിടത്തായിരുന്നു വോട്ട് ചെയ്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ കോർപ്പറേഷനിലെ നെട്ടിശ്ശേരിയിൽ സ്ഥിരതാമസക്കാരാണെന്ന് പറഞ്ഞാണ് വോട്ട് ചേർത്തത്. ആ പേരിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്യുകയും ചെയ്തു. തൃശൂർ ഞാനിങ് എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് ഇനി തൃശൂരിനെ പറ്റി പറയാൻ പറ്റില്ല. ഇപ്പോൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അദ്ദേഹവും കുടുംബവും വോട്ട് ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെച്ചാണ്. തെരഞ്ഞെടുപ്പ് അനുസരിച്ച് അനുകൂലമുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കുകയും ചെയ്യുകയുമാണ് കേന്ദ്രമന്ത്രി. ഈ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര രംഗത്തെത്തി. തൃശൂർ നഗരത്തെ സംബന്ധിച്ചുള്ള സമകാലിക വിഷയങ്ങളിലും സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നയാളാണ് അനിൽ അക്കര. കുമ്പിടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഗുരുവായൂരിലാണെന്നായിരുന്നു അനിൽ അക്കരയുടെ പരിഹാസം. 2 മാസം മുൻപാണ് ഇദ്ദേഹം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത്. 1 വർഷം മുൻപാണ് ഇദ്ദേഹം തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ കുടുംബസമേതമല്ലെന്നും അനിൽ അക്കര വ്യക്തമാക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതിനെ ചൊല്ലിയായിരുന്നു വിവാദം. അന്ന് രണ്ടും വ്യത്യസ്ത വോട്ടർ പട്ടികയാണെന്നും നിയമപരമായി പ്രശ്നമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചിരുന്നു. രണ്ടിടത്ത് വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി പറയണമെന്ന് CPI നേതാവ് സുനിൽ കുമാർ ആവശ്യപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ നിയമത്തിന്റെ റൂൾ അനുസരിച്ച് ഓർഡിനറി റെസിഡൻസിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വ്യക്തമായ ഉത്തരവിറക്കിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നവരെ ഓർഡിനറി റെസിഡൻസിൽ ഉൾപ്പെടുത്താനാവില്ല. സ്ഥിരമായി താമസിക്കണമെന്ന സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തത വരുത്തിയതാണ്. രാജ്യത്തെ നിയമപ്രകാരം അസംബ്ലിയിൽ ഒരു വ്യക്തിക്ക് മത്സരിക്കണമെങ്കിൽ കേരളത്തിൽ എവിടെ വോട്ടറായ ആൾക്കും മത്സരിക്കാം. പക്ഷേ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യേണ്ടത് സ്വന്തം മണ്ഡലത്തിലായിരിക്കണം. തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി താമസം മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തൃശൂരിലെ വോട്ടുകൾ വെട്ടണമായിരുന്നു. ഒരു കേന്ദ്രമന്ത്രിയാണ് യാതൊരു മറയുമില്ലാതെ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുന്നതെന്ന് സുനിൽകുമാർ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തൃശൂരിലെ വോട്ട് ഗുരുവായൂരിലേക്ക് മാറിയതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ പരാതി ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തൃശൂരിനെ പറ്റി സംസാരിക്കുന്ന സുരേഷ് ഗോപി ഇത്തവണ ഗുരുവായൂരിലേക്ക് മാറിയതും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. കേന്ദ്രമന്ത്രിക്ക് വേണ്ടി നിയമം മാറ്റിമറിക്കാനാകുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്.